Hi all, welcome to StudyWin PSC. LGS എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം വേലുത്തമ്പി ദളവ. കേരളത്തിൽ ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് ചുമതലയുള്ളത് ആർക്കാണ്? ഉത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇന്ത്യയിൽ അവസാനമായി രൂപം കൊണ്ട സംസ്ഥാനം ഏത്? ഉത്തരം തെലുങ്കാന. മഹാത്മാഗാന്ധി നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മാതൃകയാണ് എന്ത്? ഉത്തരം വാർധാ പദ്ധതി. സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏത്? ഉത്തരം 1956. ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന സംഘടന ഏത്? ഉത്തരം UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രാജ്യം ഏത്? ജപ്പാൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത്? ഉത്തരം ഉത്തർപ്രദേശ്. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? ഉത്തരം പട്ടം. ആദികാവ്യം എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം രാമായണം. 100 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചലച്ചിത്രം ഏത്? ഉത്തരം പുലിമുരുകൻ. 12ാമത്തെ ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ കീ ഡിലീറ്റഡ് ആണ്, അതുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലോകസഭയിലെ ആദ്യ വനിതാ സ്പീക്കർ ആയിരുന്നു? ഉത്തരം മീര കുമാർ. 14ാമത്തെ ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്, കാരണം അതിലൊരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. കേരളത്തിലെ ആദ്യ ഗവർണർ ആരായിരുന്നു എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം ബി രാമകൃഷ്ണ റാവു. ശ്രദ്ധിക്കുക, വി രാമകൃഷ്ണ റാവു അല്ല, ബി രാമകൃഷ്ണ റാവു. അടുത്ത ക്വസ്റ്റ്യൻ, അനശ്വര പൈതൃകത്തിന്റെ മഹത് കലാസൃഷ്ടിയായി യുനെസ്കോ പ്രഖ്യാപിച്ച കേരളീയ കലാരൂപം ഏത്? ഉത്തരം കൂടിയാട്ടം. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഗ്രന്ഥമാണ്? ഉത്തരം ഗോര. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി എന്ന വരികൾ രചിച്ചതാര്? ഉത്തരം അംശി നാരായണപിള്ള. അടുത്ത ചോദ്യം, മാഗ്ന കാർട്ട ഒപ്പുവെച്ച രാജാവാണ്? ഉത്തരം ജോൺ രാജാവ്. യുഗപുരുഷൻ എന്ന മലയാള ചലച്ചിത്രം ആരുടെ ജീവിത കഥയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ഉത്തരം ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘത്തിന് രൂപം നൽകിയത് ആരാണ്? ഉത്തരം അയ്യങ്കാളി. ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകരിച്ച വർഷം ഏത്? ഉത്തരം 1988. ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിലായിരുന്ന ബാങ്കുകളെ ആദ്യമായി ദേശസാൽക്കരിച്ച വർഷം ഏത്? ഉത്തരം 1969. സംയോജിത ശിശുവികസന പദ്ധതി പ്രകാരം സാമൂഹ്യക്ഷേമ വകുപ്പിനു കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്? ഉത്തരം അംഗൻവാടി. ഇന്ത്യയിൽ സാമ്പത്തിക ഉദാരവൽക്കരണം ആരംഭിച്ച വർഷം ഏത്? ഉത്തരം 1991. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഏക മലയാളി? ഉത്തരം സി ശങ്കരൻ നായർ. മനുഷ്യാവകാശ സംരക്ഷണത്തിനുള്ള അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയാണ്? ഉത്തരം ആംനെസ്റ്റി ഇന്റർനാഷണൽ. അടുത്ത ചോദ്യം, 2015 വിവരാവകാശ നിയമം പാസാക്കാൻ കേന്ദ്ര ഗവൺമെന്റിനെ പ്രേരിപ്പിച്ച പ്രധാന സംഘടന ഏത്? ഉത്തരം മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ.
ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തിരുവനന്തപുരത്താണ്. കൊല്ലം ജില്ലയിൽ കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏതാണ്? ഉത്തരം തോറിയം. ദക്ഷിണേന്ത്യയിലെ ആദ്യ കറൻസി രഹിത ഗ്രാമം ഏത്? ഉത്തരം ഇബ്രാഹിംപൂർ. ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്ക് ഏത്? ഉത്തരം പാക് കടലിടുക്ക്. ഗംഗാ നദിയുടെ പോഷക നദി അല്ലാത്ത നദി ഏത്? ഉത്തരം ബിയാസ്. ഒരു പ്രധാന ഖാരിഫ് വിളയാണ്? ഉത്തരം നെല്ല്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ഇത് 2019 ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇപ്പോഴത്തെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാന്ന് നോക്കാം. ഉത്തരം വിജയ കിഷോർ രഹത്കർ. അടുത്ത ക്വസ്റ്റ്യൻ, അരവിന്ദ് പനഗരിയ താഴെ പറയുന്നവയിൽ ഏതിന്റെ ഉപാധ്യക്ഷനാണ്? ഉത്തരം നീതി ആയോഗ്. ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ 2019 ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ സുമൻ ബെറി ആണ്. ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ ഓർ വൈസ് ചെയർമാൻ സുമൻ ബെറി ആണ്. അടുത്ത ചോദ്യം, പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂൺ 5. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറേ തീരത്തുള്ള ഒരു പ്രധാന തുറമുഖമാണ്? ഉത്തരം കണ്ട്ല. സൂയസ് കനാൽ ദേശസാൽക്കരിച്ച ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആര്? ഉത്തരം ഗമാൽ അബ്ദുൽ നാസർ. സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ പ്രസിഡന്റ് ആയിരുന്നു? ഉത്തരം മിഖായേൽ ഗോർബച്ചേവ്. ഇന്ത്യയിൽ വില നിയന്ത്രണവും കമ്പോള നിയന്ത്രണവും ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം അലാവുദ്ദീൻ ഖിൽജി. മുഗൾ രാജവംശ സ്ഥാപകൻ? ഉത്തരം ബാബർ. കേരള സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ എന്റർപ്രൈസ് ലിമിറ്റഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തൃശൂർ. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ഉത്തരം വയനാട്. 2018 ലോകകപ്പ് ഹോക്കി മത്സരം ഏത് രാജ്യത്തു വെച്ചാണ് നടന്നത്? ഉത്തരം ഇന്ത്യ. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏത്? ഉത്തരം 1946. സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ ജന്മസ്ഥലമാണ്? ഉത്തരം അയ്യ വൈകുണ്ഠസ്വാമികൾ. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം ഏത്? ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം APJ അബ്ദുൽ കലാം. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ഉദാഹരണം ഏത്? ഉത്തരം ഇന്ത്യൻ റെയിൽവേ. നെല്ല് കൃഷി ചെയ്യുവാൻ വേണ്ട അനുയോജ്യമായ ഊഷ്മാവ് എത്രയാണ്? ഉത്തരം 20 ഡിഗ്രി മുതൽ 27 ഡിഗ്രി വരെ. സംസ്ഥാന നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആര്? ഉത്തരം ഗവർണർ. തിരുക്കുറൽ രചിച്ചത് ആരാണ്? ഉത്തരം തിരുവള്ളുവർ. ടെലിവിഷൻ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം JL വേർഡ്.
ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരം ആർക്കാണ്? ഉത്തരം രാഷ്ട്രപതി. മഗധയുടെ തലസ്ഥാനമായിരുന്നു? ഉത്തരം പാടലിപുത്രം. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനായി അടുത്തിടെ നിയമിക്കപ്പെട്ട മലയാളി ആര്? ഉത്തരം PR ശ്രീജേഷ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ശ്രദ്ധിക്കുക, ഇത് 2019 ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴത്തെ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ആണ്. ഹർമൻപ്രീത് സിംഗ്. അടുത്ത ചോദ്യം, സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം അമൃതസർ. ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്താൽ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? ഉത്തരം 24 മണിക്കൂറിനകം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന വകുപ്പ് മന്ത്രി ആര്? ഉത്തരം MB രാജേഷ്. ഞാൻ ഇപ്പോഴത്തെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന വകുപ്പ് മന്ത്രിയുടെ പേരാണ് പറഞ്ഞത്, MB രാജേഷ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് AC മൊയ്തീൻ ആണ്. അത് 2019 ആൻസർ ആണ്. അന്തരീക്ഷത്തിൽ മഴവില്ല് ഉണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസം എന്താണ്? ഉത്തരം പ്രകീർണനം. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് ഏത്? ഉത്തരം ആംബിയർ. സിമ്പിൾ മൈക്രോസ്കോപ്പ് ആയി ഒരു കോൺവെക്സ് ലെൻസിനെ ഉപയോഗിക്കുമ്പോൾ വലിപ്പം കൂടിയ വ്യക്തമായ പ്രതിബിംബം കാണുന്നതിന് വസ്തുവിന്റെ സ്ഥാനം എവിടെയായിരിക്കണം? ഉത്തരം ഫോക്കസിനും പ്രകാശ കേന്ദ്രത്തിനും ഇടയിൽ. ഒരു വസ്തുവിന് സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏത്? ഉത്തരം സ്ഥിതികോർജം. താപനില നിർണയവുമായി ബന്ധമില്ലാത്ത സ്കെയിൽ ഏത്? ഉത്തരം റിക്ടർ സ്കെയിൽ. സിങ്കിന്റെ അയിരേത്? ഉത്തരം കലാമിൻ. CNG LNG എന്നിവയിലെ പ്രധാന ഘടകം ഏത്? ഉത്തരം മീഥെയ്ൻ. ഒരു ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണമെന്ത്? ഉത്തരം പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാൽ. പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ഉത്തരം ജൂൾ പെർ കിലോഗ്രാം. സൗരയൂഥത്തിൽ ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം ഏത്? ഉത്തരം വ്യാഴം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത്? ഉത്തരം തുടയെല്ല്. എയ്ഡ്സ് രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏത്? ഉത്തരം വൈറസ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിറ്റമിനാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത്? ഉത്തരം വിറ്റമിൻ K. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏത്? ഉത്തരം ഓക്സിജൻ. ശിശു മരണനിരക്ക് ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. കേരളത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഏതു ജീവിയെയാണ് ഇരവികുളം നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്? ഉത്തരം വരയാട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏതു ജില്ലയിലാണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏതു ജില്ലയിലാണ്? ഉത്തരം തിരുവനന്തപുരം. മനുഷ്യഹൃദയത്തിന് എത്ര അറകളാണ് ഉള്ളത്? ഉത്തരം 4. TXD, DXT എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം തെങ്ങ്. ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഏത്? ഉത്തരം BCG വാക്സിൻ. അടുത്തത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്.
നമ്മളിവിടെ ക്വസ്റ്റ്യൻ നമ്പറും ആൻസറിൻ്റെ ഓപ്ഷനുമാണ് പറഞ്ഞു പോകുന്നത്. 81 ഓപ്ഷൻ സി, 82 ഓപ്ഷൻ ഡി, 83 ഓപ്ഷൻ എ, 84 ഓപ്ഷൻ ബി, 85 ഓപ്ഷൻ എ, 86 ഓപ്ഷൻ ബി, 87 ഓപ്ഷൻ ഡി, 88 ഓപ്ഷൻ സി, 89 ഓപ്ഷൻ എ, 90 ഓപ്ഷൻ ഡി, 91 ഓപ്ഷൻ സി, 92 ഓപ്ഷൻ ഡി, 93 ഓപ്ഷൻ ബി, 94 ഓപ്ഷൻ എ, 95 ഓപ്ഷൻ സി, 96 ഓപ്ഷൻ എ, 97 ഓപ്ഷൻ ഡി, 98 ഓപ്ഷൻ ബി, 99 ഓപ്ഷൻ സി, 100 ഓപ്ഷൻ ബി. അപ്പോൾ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.